ആദ്യം ഞാൻ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് പോവുകയാണ്. ശ്രീ സണ്ണിക്കുട്ടി, ഇപ്പോൾ പുകഴ്ത്തിയാൽ മുഖ്യമന്ത്രിയാകില്ല എന്നൊരു പ്രതികരണം ഇന്ന് കെ മുരളീധരൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. വിവിധ സ്വീകരണങ്ങളിൽ പങ്കെടുക്കുന്ന പരിപാടികളുടെ എണ്ണം നോക്കി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കില്ല എന്ന് എം ഹസൻ പറഞ്ഞിരിക്കുന്നു. ഇത്രയും ദിവസത്തെ വാർത്ത രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്ന സ്വീകരണങ്ങളും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിയുള്ള തിരിച്ച് രമേശ് ചെന്നിത്തലയുടെ പുകഴ്ത്തിയുള്ള പ്രതികരണങ്ങളായിരുന്നു. ഇന്നാകുമ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും രണ്ട് വ്യത്യസ്ത പ്രതികരണങ്ങളും വരികയാണ്. എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? സ്മൃതി, ഇത് ഒരു വ്യത്യസ്ത പ്രതികരണമെന്ന് കാണാൻ ഞാൻ തയ്യാറാവുന്നില്ല. കാരണം ഇപ്പോൾ UDF കൺവീനർ എം ഹസനാണെങ്കിലും UDF ഒരു പ്രധാന നേതാവ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ വലിയ പദവികളോ സ്ഥാനങ്ങളോ ഇല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഇപ്പോഴും പാർട്ടി ശ്രദ്ധിക്കുന്ന ഒരു ശബ്ദമാണ് മുരളീധരൻ്റേത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമുണ്ടാവില്ല. ഇവർ പറഞ്ഞത് യഥാർത്ഥ വസ്തുതയാണ്. നമ്മളിത്, എനിക്ക് തോന്നുന്നു, സ്മൃതിയുമായിട്ട് ഞാനിത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1.5 വർഷം അല്ലെങ്കിൽ 1.25 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF നയിക്കുക? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉള്ളപ്പോൾ പോലും ഇവരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് UDF പ്രചാരണം നടത്താറില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമുക്കറിയാം, ഇത്തവണ ജയിച്ചാൽ കരുണാകരനായിരിക്കും, അല്ലെങ്കിൽ ആന്റണി ആയിരിക്കും, ഉമ്മൻചാണ്ടി ആയിരിക്കും. അതിനപ്പുറത്ത് അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു പ്രചാരണ രീതി കോൺഗ്രസിനില്ല. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ, കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ, മുഖ്യമന്ത്രിയാകാൻ പറ്റിയ അല്ലെങ്കിൽ അർഹതയുള്ള ധാരാളം ആളുകൾ, ഞാൻ ഈ ധാരാളം എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല, പണ്ടത്തെ പോലല്ല, പണ്ട് 1 or 2 അതിനപ്പുറത്തില്ല. ഇന്നിപ്പോൾ കോൺഗ്രസിൽ ഏതാണ്ട് ഒരേ തലത്തിൽ നിൽക്കുന്ന 4 or 5 നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനു മുമ്പ് ഒന്ന് മുമ്പനാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പലരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഹസനാണെങ്കിലും അല്ലെങ്കിൽ മുരളിയാണെങ്കിലും ഈ പുകഴ്ത്തുന്നതോ അല്ലെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതോ അല്ല കാരണം എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ ഒരിക്കലൊരു ചർച്ചയിൽ പറഞ്ഞു, അതായത് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതും പ്രസംഗിക്കുന്നതുമാണ് ഒരു ക്രൈറ്റീരിയെങ്കിൽ അല്ലെങ്കിൽ ഒരു യോഗ്യതയെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരാ വരേണ്ടത്? നമ്മുടെ ശശി തരൂറല്ലേ? അദ്ദേഹം എത്ര അന്താരാഷ്ട്ര ചടങ്ങുകളിൽ, സെമിനാറുകളിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു, കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു. അതല്ലല്ലോ കാര്യം. ഇവിടെ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇപ്പം ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത്? ഈ ചടങ്ങുകളിൽ പോകുന്നതിനെയൊന്നും ഞാൻ എതിർക്കുന്നില്ല, നല്ല കാര്യമാണ്. ഓരോ സമുദായങ്ങളെയും ചേർത്ത് നിർത്തുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അവിടെ പ്രസംഗിക്കുന്നത്, അവിടെ നാം കേൾക്കുന്ന മറ്റു പ്രസംഗങ്ങൾ, അതൊക്കെ കോൺഗ്രസിന് ഗുണകരമാണോ എന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ രമേശ് NSSൻ്റെ ചടങ്ങിന് പോയി, നല്ല കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടും നല്ലതാണ്. കാരണം കുറേ വർഷങ്ങളായിട്ട് അകന്നു നിന്നിരുന്ന NSS നേതൃത്വവുമായി അടുക്കുന്നു. അദ്ദേഹത്തിന് നല്ല ഒരു മാറ്റം തന്നെയാണ്. പക്ഷേ അവിടെ അദ്ദേഹം പറയുന്നത് എന്താ? ഞാൻ NSSലൂടെ വളർന്നു വന്ന ആളാണ്, എനിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ തന്നത് NSS കോളേജിലാണ്. അങ്ങനെ പറഞ്ഞ് വന്നിട്ട് അവസാനം നമ്മുടെ സുകുമാരൻ നായർ, അദ്ദേഹം എന്താ പറയുന്നത്? രമേശ് ചെന്നിത്തല NSSൻ്റെ പുത്രനാണ്, കുഴപ്പമൊന്നുമില്ല, NSSൻ്റെ പുത്രനാണെന്ന് പറയുന്നതിലൊന്നും പ്രശ്നമില്ല, ഒരു അംഗീകാരമാണ്, അതൊരു തരത്തിലുള്ള ഒരു അംഗീകരിക്കലാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് രമേശ് ചെന്നിത്തലയെ വാനോളം പുകഴ്ത്തിയ നമ്മുടെ വെള്ളാപ്പള്ളി എന്താ അതിന് മറുപടിയായിട്ട് പറഞ്ഞത്? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് NSSൻ്റെ പുത്രനാണ് രമേശ് ചെന്നിത്തലയെങ്കിൽ, രമേശ് ചെന്നിത്തല ആരുടെ കാര്യമാണ്? അച്ഛൻ്റെ കാര്യമല്ലേ എന്ന് നോക്കുക, അല്ലെ പിതാവിൻ്റെ കാര്യമല്ലേ എന്ന് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ അംഗീകരിക്കാൻ പറ്റുക എന്ന് അടുത്ത നിമിഷത്തിൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ ആ രീതിയിലേക്ക് പോവുകയല്ല വേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ സ്മൃതി അങ്ങ് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ ഈ ചർച്ചകളിൽ പങ്കെടുത്തതുകൊണ്ടും ഞാൻ മറ്റു ചിലയിടങ്ങളിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ടും ഞാനെന്തോ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയായി വരുന്നതിനോടോ അല്ലെങ്കിൽ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് എനിക്കെന്തോ അഭിപ്രായ വ്യത്യാസമോ എതിർപ്പോ ശത്രുതയോ, രമേശിനോട് എനിക്കെന്തോ ശത്രുതയോ ഉണ്ടെന്നുള്ള രീതിയിൽ ധാരാളം പേര് എന്നെ വിളിക്കുന്നുണ്ട്.
രമേശുമായിട്ട് താല്പര്യമുള്ള അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ വിളിക്കണം. എനിക്കങ്ങനെ യാതൊരു ചിന്തയുമില്ല. രമേശ് വന്നാൽ രമേശ്, ആര് വന്നാലും എനിക്കൊന്നുമില്ല. UDF അധികാരത്തിൽ വന്നാൽ യോഗ്യതയുള്ള ധാരാളം പേരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവരിൽ ആര് മുഖ്യമന്ത്രിയാകുന്നതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതിനെ, അതായത് NSSന്റെ യോഗത്തിന് പോകുന്നു, ശിവഗിരിയുമായി ബന്ധപ്പെട്ട യോഗത്തിന് പോകുന്നു, ജാമിയ അസൂരിയ അങ്ങനെ ലീഗുമായി സമസ്തയുമായി ബന്ധമുള്ള യോഗത്തിന് പോകുന്നു, അവിടെയൊക്കെ ഒരു വലിയ സ്വീകാര്യത കിട്ടുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ആ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു ടിക്കറ്റ് എന്ന് വരുന്നതിനെ മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ. എതിർക്കാനേ, എനിക്ക് എതിർക്കാനുള്ളൊരു ശേഷിയൊന്നുമില്ല. ഞാനൊരു അഭിപ്രായം പറയുക. അങ്ങനെ പ്രതീതി സൃഷ്ടിക്കുന്നത് ആരാണെന്ന ചോദ്യം കൂടിയുണ്ടല്ലോ ശ്രീ സണ്ണിക്കുട്ടി. ഇതിപ്പോൾ ഇവിടെ മാധ്യമങ്ങളാണ് രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടികളിലേക്ക് മാധ്യമങ്ങൾ പിന്നാലെ പായുന്നു എന്ന മട്ടിലൊരു വ്യാഖ്യാനമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ഇതാ പങ്കെടുക്കാൻ പോകുന്നു, ഇതാ പിന്തുണ നേടാൻ പോകുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് ക്യാമ്പിനകത്തു നിന്ന് തന്നെ അത്തരം പ്രതികരണങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് മാധ്യമങ്ങളും ആ നിലയ്ക്ക് തിരിയുന്നത്. ഇതിനു മുമ്പ് തന്നെ VD സതീശൻ ഒരുപാട് ക്രൈസ്തവ സഭാ പരിപാടികളിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നൊന്നും അത് ആ രൂപത്തിൽ വാർത്തയായിട്ടില്ല. അത് ഒരു തരത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി NSSന്റെ പിന്തുണയും നേടിയെടുക്കുന്നതിൽ ചെന്നിത്തലയ്ക്ക് കഴിയുന്നെങ്കിൽ അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു സ്ഥലത്തേക്ക് മാത്രം മാധ്യമ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്, അത് മാധ്യമങ്ങളുടെ കുഴപ്പമാണ് എന്ന രീതിയിൽ ഇന്ന് കെ മുരളീധരനും പ്രതികരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതാണോ? അത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ വരുന്നതല്ലേ? സ്മൃതി, ഇത്തരം വിഷയങ്ങളിൽ ഞാൻ എപ്പോഴും മാധ്യമങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം എനിക്കറിയാം എങ്ങനെയാണ് ഒരു പത്രമാധ്യമമാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയ ആണെങ്കിലും എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്കറിയാം. അതായത് ഒരു മാധ്യമം ഒരു വാർത്തയുമായി മുന്നോട്ട് വന്നാൽ മറ്റുള്ളവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കുക, അതിൻ്റെ പിന്നാലെ പോവുക എന്നതിനപ്പുറത്ത് മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, ഇതാ NSS ക്ഷണിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ ക്ഷണിച്ചിരിക്കുന്നു, ജാമിയ അസൂരിയ ക്ഷണിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ അവിടുത്തെ തൽപര കക്ഷികളാണ്. ഇപ്പോൾ രമേശിൻ്റെ കാര്യത്തിലാണെങ്കിൽ രമേശിനോട് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ സതീശൻ്റെ കാര്യത്തിലാണെങ്കിൽ സതീശൻ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഈ രമേശിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും തെറ്റുപറ്റിയെന്നല്ലേ പറയുന്നത്, മാധ്യമങ്ങളും പരിധി വിട്ടു പോയില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരി, നമ്മുടെ ചാനലിൽ, ഈ റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ഒരു വാക്ക്, കഴിഞ്ഞ ഒരു ദിവസത്തെ ഒരു ചർച്ചയിൽ ഞാൻ കേൾക്കുന്നത് ഇതുപോലൊരു അഭിപ്രായ പ്രകടനങ്ങൾ പലരും പങ്കുവയ്ക്കുമ്പോൾ ഒരാൾ പറയുന്നത് രമേശിനെ രമേശ് ഓക്കെയാണ്, പക്ഷേ രമേശ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുഴുവൻ രമേശിനൊപ്പമാണ്, എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ ബഹുഭൂരിപക്ഷവും രമേശിനൊപ്പമാണെന്ന് പറയുന്നത് കേട്ടു. കാരണം ഇത് ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്ന് സ്മൃതിക്കും അറിയാം, എനിക്കും അറിയാം. അവരാരും ഒരു ഗ്രൂപ്പിൻ്റെ ഒന്നും കൂടല്ല, അവരൊരു പ്രത്യേക സംവിധാനമായിട്ട് നിൽക്കുകയാണ്. അവരൊരു അത്യാവശ്യ ഘട്ടത്തിൽ എവിടെ നിൽക്കും എന്നെനിക്ക് അറിയാം. പക്ഷേ അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിനുള്ള മറുപടി അവസാനിപ്പിക്കാം. സ്മൃതി, നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സാമുദായിക സംഘടനകളുടെ യോഗത്തിൽ പങ്കെടുത്ത് സ്വാധീനം വർദ്ധിക്കുന്നതിനപ്പുറത്ത് എങ്ങനെ UDFനെ അടുത്ത തവണ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനെന്താ വേണ്ടത്? വേണമെങ്കിൽ UDFൻ്റെ അടിത്തറ വികസിപ്പിക്കണം. ഇപ്പോൾ കേരള കോൺഗ്രസ് തിരിച്ചു വരുന്നതിനെ പറ്റി ആലോചന നടക്കുന്നു, അല്ലെങ്കിൽ RJDയെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നു. എന്തുകൊണ്ട് BDJSന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൂടാ? ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.